ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് ജീവിച്ചു പോകുന്നത്, പ്രത്യേകിച്ച് KSRTCയിൽ. ഇവിടെ സ്ഥാപനത്തിന് അപമാനം വരുത്തുന്നു. ഈ പുറത്താക്കപ്പെടുന്ന എല്ലാ ജീവനക്കാരുടെയും മുകളിൽ ഇവർ ചാർത്തുന്ന ഒരു കുറ്റമാണ് സ്ഥാപനത്തിന് അപമാനം വരുത്തി. അപ്പോൾ സ്ഥാപനത്തിന് മാനമുണ്ടെങ്കിലല്ലേ അപമാനം വരൂ. കാരണം ഇവിടെ ജീവനക്കാരന് ശമ്പളമില്ല. നമ്മളൊരു കടയിൽ ചെന്ന് സാധനം വാങ്ങുക, ചേട്ടാ ഇത്തിരി സാധനം തരണം, KSRTCന്ന് ശമ്പളം വരുമ്പോൾ തരാം എന്ന് നമ്മൾ പറഞ്ഞാൽ കടക്കാരൻ നമ്മളോട് പറയും നിനക്ക് കടം തരാം, KSRTCയുടെ പേര് പറഞ്ഞാൽ കടം തരില്ല. അപ്പോൾ KSRTCയുടെ മാനമാണോ നമ്മളുടെ മാനമാണോ അവിടെ വില കൽപ്പിക്കുന്നത്? അപ്പോൾ മാനം കെട്ട ഒരു പ്രസ്ഥാനമായി ഇത് മാറി. കൃത്യമായി ശമ്പളമില്ല, ജോലിയില്ല, ജോലിക്ക് പോയാൽ കൃത്യമായി ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഞാനും നിലവിൽ സസ്പെൻഷനിൽ നിൽക്കുന്ന ഒരു ജീവനക്കാരനാണ്. സസ്പെൻഡ് ചെയ്യപ്പെട്ട കാര്യം എന്താണെന്ന് അറിഞ്ഞാലാണ് നിങ്ങൾ ഞെട്ടിപ്പോകുന്നത്. കാരണം കേടായ വാഹനം ഓടിച്ചില്ല, സർവീസിന് യോഗ്യമല്ലാത്ത വാഹനം ഓടിച്ചില്ല, അതുകൊണ്ട് സസ്പെൻഡ് ചെയ്തു. അപ്പോൾ സർവീസിന് യോഗ്യമല്ലാത്ത വാഹനം ഓടിച്ചില്ല, അതുകൊണ്ട് ടിയാൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു, സസ്പെൻഡ് ചെയ്യുന്നു. സർവീസിൽ തന്നത് 4 വാഹനമാണ്. ആദ്യം സർവീസ് തന്ന വാഹനം 6 മാസം മുമ്പ് ഈ വാഹനം സർവീസിന് യോഗ്യമല്ല എന്ന് എഴുതി കൊടുക്കുകയും RTOയ്ക്ക് ചടയമംഗലം RTOയ്ക്ക് പരാതി കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം സർവീസിന് ചെയ്തെന്ന വാഹനം 6 മാസം മുമ്പ് പരാതി എഴുതിയാണ് ഈ വാഹനം ഇരുന്ന് ഓടിക്കാൻ കഴിയില്ല, 4.5 മണിക്കൂർ റണ്ണിങ് ടൈമുള്ള ഒരു ഓർഡിനറി ഡ്യൂട്ടിയാണ് ഞാൻ ഓടിക്കുന്നത്. തെന്മല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഓർഡിനറി സർവീസ് 4.5 മണിക്കൂറാണ് ഓടിക്കേണ്ടത്. ഈ വാഹനത്തിൻ്റെ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചന്തി അങ്ങ് താഴെ ഇറങ്ങിപ്പോവും. ഈ സാധനം മാറ്റിത്തരണം. 6 മാസം മുമ്പ് പരാതി എഴുതിയതാ, പരിഹരിച്ചില്ല, ആ വാഹനം ഓടിച്ചില്ല, അതുകൊണ്ട് സസ്പെൻഡ് ചെയ്തു. അടുത്ത വാഹനം തന്നു, ബ്രേക്ക് ലൈറ്റ് ഇല്ല, ഇൻഡിക്കേറ്റർ ഇല്ല, സ്പീഡ് കൗണ്ടർ ഇല്ല, ആ വാഹനം ഓടിച്ചില്ല, അതുകൊണ്ട് സസ്പെൻഡ് ചെയ്യുന്നു. അടുത്ത വാഹനം തരുന്നു, ഈ വാഹനത്തിൻ്റെ സീറ്റ് ഒരു പ്ലാസ്റ്റിക് വള്ളി ഇട്ടാണ് കെട്ടിവെച്ചേക്കുന്നത്, ബ്രേക്ക് ചെയ്താൽ ഡ്രൈവർ മുന്നോട്ടോ പുറമോട്ടോ പോകാം, അതിന് ബ്രേക്കില്ല, ആ വാഹനം ഓടിച്ചില്ല, സസ്പെൻഡ് ചെയ്യപ്പെടുന്നു. അടുത്ത വാഹനം അത് ഒരു രീതിയിൽ ഓടിക്കാൻ പറ്റില്ല, അപ്പോൾ ആ വാഹനം അവരവിടെ പിടിച്ചു. 3-ാമത്തെ ദിവസം ഈ വാഹനം കടക്കൽ ബസ് സ്റ്റാൻഡിൽ വെച്ച് തീ പിടിച്ചു. ഇത്രയും കണ്ടീഷനുള്ള വാഹനങ്ങളാണ് നമ്മൾ ഓടിക്കേണ്ടത്. ഈ വാഹനം ഓടിക്കാത്തതിൻ്റെ പേരിലാണ് സസ്പെൻഡ് ചെയ്തത്. അപ്പോൾ സസ്പെൻഷൻ നല്ലതാണ്. സസ്പെൻഷൻ ഒരു ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം, KSRTC ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം സസ്പെൻഷൻ ഒരു പ്രഹരവും മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സംബന്ധിച്ചിടത്തോളം അതൊരു അനുഗ്രഹമാണ്. നിങ്ങൾ സസ്പെൻഡ് ചെയ്തോളൂ സാർ, കുഴപ്പമില്ല. കാര്യം എൻ്റെ ജീവൻ നിലനിൽക്കുന്നത് എന്നെ ഭാഗ്യമായി കരുതുന്ന ഒരാളാണ് ഞാൻ. 53 വയസ്സുണ്ട് ഇപ്പോൾ നിലവിൽ. ഇത്രയും വയസ്സിലൊക്കെ വണ്ടി ഓടിക്കുന്ന ഒരു അപൂർവമാണ് KSRTCയിൽ. കാരണം നിങ്ങൾ കൊലയാളികളാണ്. ഈ കൊലയാളികളായി നിങ്ങളോടൊപ്പം ജോലി ചെയ്ത് ഇത്രയും വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നത് മഹാഭാഗ്യമാണ്. അപ്പോൾ ഇത്രയും ആളുകളെ മരണത്തിലേക്ക് തള്ളിവിട്ട നിങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ സൽപ്പേരിന് കളങ്കം വരുത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് ആത്മപരിശോധന നടത്തണം. അത് കഴിഞ്ഞ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ഒരാൾ മദ്യപിച്ച് റോഡിന് കുറുകെ വന്നു, അയാളുടെ ജീവൻ രക്ഷിക്കാനായി റോഡിന് കുറുകെ പോയി അയാളുടെ ജീവൻ രക്ഷിച്ചപ്പോൾ മറ്റൊരു വാഹനത്തിൽ തട്ടി 2 പേർക്ക് പരിക്കേറ്റു. ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വീട്ടിൽ പോയി കണ്ടു, ഓഫീസിൽ പോയി കണ്ടു. മന്ത്രി പരാതി വാങ്ങി, അത് നിലവിലിപ്പോൾ PA ആയിട്ടിരിക്കുന്ന ആളുടെ കയ്യിൽ കൊടുത്തു. അപ്പം മന്ത്രി വളരെ സന്തോഷത്തോടെയാണ് പറഞ്ഞത്, KSRTCയുടെ കാര്യം ആയതുകൊണ്ട് ഇദ്ദേഹം അത് സാധിച്ചു തരും. നല്ല മനസ്സാണ് താങ്കളുടേത്. പക്ഷേ താങ്കളുടെ കൊടുത്ത ആൾ ചെയ്ത എന്താണെന്ന് അറിയാമോ? ഞാൻ രണ്ടാമത് അന്വേഷിച്ച് ചെന്നപ്പോൾ KSRTC എൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റാണ്. ഞാൻ പരാതി നൽകിയത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനെതിരെയാണ്. പക്ഷെ പരാതി കൊടുത്തത് KSRTCയുടെ MDക്കും. അങ്ങനെയുള്ള ഒരാളാണ് സാർ താങ്കളുടെ കൂടെ PA എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. KSRTC ആരാണെന്നും
റോഡ് ട്രാൻസ്പോർട്ട് വകുപ്പ് ഏതാണെന്നും തിരിച്ചറിഞ്ഞുകൂടാത്ത ഒരാളിന് അവിടെയാണോ സാറ് ഈ സാധനം കൊടുക്കുന്നത്? അപ്പോൾ ഇതല്ലേ സൽപ്പേരിന് കളങ്കം വരുന്നത്? ഇനി നമ്മളോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്ന ഒരു പാവം മനുഷ്യൻ 8-10 മണിക്കൂർ തൃശ്ശൂരിൽ നിന്നും വണ്ടി ഓടിച്ച് തിരുവനന്തപുരത്തേക്ക് വരെയാണ് കൊടുംചൂടിൽ. അയാൾക്ക് ആ വണ്ടി അവിടെ കൊണ്ടിട്ടിട്ട് സമാധാനമായി ഒന്ന് ഉറങ്ങാൻ അല്ലെങ്കിൽ ഒന്ന് ദീർഘനിശ്വാസം വലിക്കാനായിട്ട് പോകുമ്പോഴാണ് പാളയത്ത് വെച്ച് വണ്ടി കുറുക്കിട്ടു. എന്നിട്ട് അവിടെ ഷോ കാണിക്കുന്നു. ആ 721 രൂപ ദിവസവേതനം മേടിക്കാൻ വന്ന ആ പാവം മനുഷ്യന്റെ മുമ്പിൽ നിങ്ങൾ രാഷ്ട്രീയത്തിന്റെ പക വെച്ച് നീട്ടുമ്പോൾ നിങ്ങളാണ് സാർ അപമാനിക്കപ്പെടുന്നത്. ഈ സമൂഹം നിങ്ങളെ വിലയിരുത്തുന്നു, നിങ്ങളെ കാണുന്നു, നോക്കിക്കാണുന്നു. നിങ്ങൾ ഈ ജീവനക്കാരോട് ഇത്തരം രീതിയിൽ പെരുമാറുമ്പോൾ നിങ്ങളാണ് സാർ സ്വയം അപമാനിക്കപ്പെടുന്നത്. ഇവിടെ പമ്പയില് ജീവനക്കാർക്ക് സമയത്ത് ആഹാരം കൊടുത്തില്ല എന്നൊരു മനുഷ്യൻ വിളിച്ചു പറയുന്നു. അല്ലയോ രാജാവേ, താങ്കൾ നഗ്നനാണെന്ന് വിളിച്ചു പറയുന്നവനെ കഴുത്ത് അറുത്തു കൊല്ലുക അല്ലെങ്കിൽ അവനെ തൂക്കലേറ്റുക എന്ന നടപടിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇത്തരം പ്രവൃത്തികളും പ്രവർത്തനങ്ങളും ഈ പൊതുസമൂഹം എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് നിങ്ങൾ ആദ്യം ബോധ്യപ്പെടുക, സ്വയം ബോധ്യപ്പെടാൻ തയ്യാറാവുക. കാരണം നിങ്ങളൊന്ന് ആത്മപരിശോധന നടത്തുന്നത് നല്ലതായിരിക്കും. ഈ വരുന്ന പ്രശ്നങ്ങളെല്ലാം നിങ്ങളാണ് ഇതിൻ്റെ പ്രതിയെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങളും സംഘർഷങ്ങളും സ്വയം വിലയിരുത്തുക. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ഒരു നാട്ടിൽ നിയമം നടപ്പാക്കുമ്പോൾ ആ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവരായ ജനങ്ങളെ അത് ഏത് രീതിയിൽ ബാധിക്കുന്നു എന്ന് അനുസരിച്ച് വേണം ആ നിയമം നടപ്പാക്കാൻ. പക്ഷെ നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യുന്നത്? തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ പോയി നിങ്ങളൊന്ന് കാണണം സാർ. അവിടുത്തെ കക്കൂസൊക്കെ നിങ്ങളൊന്ന് പോയി കാണണം കുറഞ്ഞ പക്ഷം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ KSRTC അപമാനിക്കപ്പെടുകയാണോ അതുള്ള ബാക്കിയുള്ള RTCകളാണോ നിങ്ങളുടെ മുന്നിൽ മാതൃകയെന്ന് നിങ്ങൾ നോക്കണം. ജീവനക്കാരന് ഉറങ്ങാനോ കിടക്കാനോ ഒന്ന് വിശ്രമിക്കാനോ ഉള്ള സൗകര്യം പോലും നിങ്ങൾ കൊടുക്കാതെ ഇവിടുത്തെ ജീവനക്കാരെ നിങ്ങൾ കൊല്ലാക്കലോ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ സ്വയം നിങ്ങൾക്ക് കുഴി തോണ്ടുന്നു. നിങ്ങളൊരു പക്ഷേ രക്ഷപ്പെട്ടേക്കാം. കാര്യം മന്ത്രിസഭ മാറുമ്പോഴത്തേക്ക് അടുത്ത മന്ത്രിസഭ വരും, നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങൾ ഇലക്ഷൻ മത്സരിക്കും, നിങ്ങൾ വോട്ട് ചെയ്യും, നിങ്ങൾ രക്ഷപ്പെട്ടു പോവും. പക്ഷെ ഇവിടുത്തെ സാധാരണ ജീവനക്കാരൻ അവനെ കൊല്ലാക്കൊല്ല ചെയ്യരുത് സാർ. അവനൊരു അബദ്ധം പറ്റിപ്പോയാണ് PSC എഴുതി ഇവിടെ ജോലിക്ക് വന്നത്. PSCയിൽ പരീക്ഷ എഴുതി അബദ്ധവശാൽ ഇതിനകത്ത് കയറി പെട്ടുപോയി. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇത് ഒരു ഊരാ കൊടുക്കാണ് സാറ്. ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ വലിയ പാടാ. അപ്പോൾ ചില ആളുകൾ ഇതിനകത്ത് പെട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് ചില ആളുകൾ നിങ്ങൾക്ക് സ്തുതി പാടുന്നു. ഇവിടെ ചീഫ് ഓഫീസിൽ മുഹമ്മദ് അൻസാരി എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അപ്പനും അമ്മയ്ക്കും വിളിച്ച CIT-കാരൻ പുണ്യവാളനാണ് സാർ. ഇവിടെ ഒരു MD ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ അപ്പനും അമ്മയ്ക്കും വിളിച്ചു, മുദ്രാവാക്യം വിളിച്ചു, ഞങ്ങളെല്ലാം കണ്ടു. അവരെല്ലാം പുണ്യാത്മാക്കളാണ്. പക്ഷേ ഇവിടുത്തെ ജീവനക്കാരനെ ചോറ് കൊടുത്തില്ല അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം സമയത്ത് കൊടുത്തില്ല എന്ന് പറഞ്ഞവൻ അവൻ രാജ്യദ്രോഹിയാണ് സാർ. അവനെ വെടിവെച്ച് കൊല്ലണം നിങ്ങൾ. പറ്റുമെങ്കിൽ അയാളെ ഈ നാട് കടത്താൻ നിങ്ങൾ ഒരു നിയമം കൊണ്ടുവരണം. KSRTC-യിൽ നിങ്ങൾക്കെതിരെ ശബ്ദം ഉയർത്തുന്ന ആളുകളെ നാട് കടത്തുന്ന ഒരു പരിപാടി കൊണ്ടുവന്ന് കാസർഗോഡിനും പാറശാലയ്ക്കും അപ്പുറം ഏതെങ്കിലും ഡിപ്പോയിലുണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകണം. കാര്യം പണ്ടൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമേരിക്കയിൽ തടവുകാരെയൊക്കെ പിടിച്ച് പാർപ്പിക്കുന്ന ഒരു സ്ഥലങ്ങളുണ്ടെന്ന്. അത്തരം സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ ഈ ജീവനക്കാരെ നാട് കടത്തണം. അവസാനം നിങ്ങൾ മാത്രമായി അവശേഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കിവിടെ രാജാവായി ജീവിക്കാം. ആരും നിങ്ങളെ ചോദ്യം ചെയ്യപ്പെടില്ല. അപ്പൊ അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ട ഹരിദാസിന് വീണ്ടും ഒരുപാട് സസ്പെൻഷനുകൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you.